ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. കാത്തിരുന്ന് ഏറ്റവും നല്ലത് കിട്ടണം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആളുകൾക്ക് കാത്തിരുന്ന് അവസാനം കിട്ടുന്നത് ചിലപ്പോൾ ആർക്കും വേണ്ടാതെ അവിടെ വേസ്റ്റ് ആയി കിടന്ന സാധനങ്ങളായിരിക്കാം ഏറ്റവും അവസാനം കിട്ടുക, അല്ലേ? അപ്പോൾ കാത്തിരിപ്പ് നല്ലതാണെന്നുണ്ടെങ്കിലും ആ ഒരു സമയം കടന്നു കഴിഞ്ഞാൽ പിന്നെ കിട്ടുന്നത് നല്ലതിന് പകരം ഏറ്റവും മോശമായതായിരിക്കും. അപ്പം നമുക്ക് കുറച്ച് നമ്മളുടെ സാഹചര്യങ്ങളനുസരിച്ച് ഇത്തിരിയൊക്കെ കാത്തിരിക്കാം. അതിനുശേഷം പിന്നെ നമ്മൾ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ സംഭവം ഇങ്ങനെ തന്നെ ആയിരിക്കുള്ളൂ അവസാനം സംഭവിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ 2 ദിവസത്തെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. ശനിയും ഞായറുമാണ്. അപ്പോൾ ശനിയാഴ്ച രാവിലെ എഴുന്നേറ്റിട്ട് പപ്പക്ക് ആദ്യം ഞാനൊരു ഓട്സ് കാച്ചി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞ് പിന്നെ ഇവർ രണ്ടാൾക്കും എന്താ കഴിക്കണമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഉള്ള ഫ്രൂട്ട്സുകൾ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. എനിക്ക് ഇത്തിരി സ്മൂത്ത് കഴിക്കണം എന്നുള്ളൊരാഗ്രഹം അങ്ങനെ മനസ്സിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്തു നിന്നൊരു 2-3 കഷ്ണം മാങ്ങയും കൂടി എടുത്തിട്ട് ഇത്തിരി ഓട്സും പാലും കൂടി ഇത്തിരി ഹണിയും കൂടി ചേർത്തിട്ട് നമുക്ക് ഒരു സ്മൂത്തി ആക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഏതായാലും സ്മൂത്തി കഴിക്കാം, കുട്ടികൾ ഈ ഫ്രൂട്ട്സ് അങ്ങനെ കഴിക്കണമെങ്കിൽ കഴിക്കട്ടെ, ഇനി സ്മൂത്തി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം, പെട്ടെന്ന് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാമല്ലോ വിചാരിച്ച്. അപ്പോൾ നമ്മളുടെ ഈ വാട്ടർ മെലൺ മേടിച്ചിട്ടും കുറച്ച് ദിവസമായിട്ട് അത് കഴുകിയൊക്കെ നമ്മളൊന്ന് വെച്ചിട്ട് പിന്നെ കട്ട് ചെയ്യാനായിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിനൊരു അവസരം കിട്ടിയില്ല, സമയമല്ല, ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഏതായാലും അത് കട്ട് ചെയ്ത് നല്ല മധുരമുള്ള വാട്ടർ മെലണായിരുന്നു. ഏതായാലും മാങ്ങ കൊള്ളൂലായിരുന്നു, എങ്കിലും വാട്ടർ മെലൺ നന്നായിരുന്നു. മാങ്ങക്ക് മധുരമില്ല, കാണുമ്പോഴുള്ള ഒരു ഭംഗിയും നല്ല മാംസമുള്ള മാങ്ങയാണെന്ന് മാത്രം, പക്ഷേ ഒരു രക്ഷയില്ല, മധുരമില്ല. അപ്പോൾ ഏതായാലും ഇത്തിരി ഹണി ചേർത്തിട്ട് വേണം ഇത് ഒന്ന് ആക്കിയെടുക്കാനായിട്ട്, അല്ലെന്നുണ്ടെങ്കിൽ തീരെ മധുരമില്ലല്ലോ. അപ്പോൾ പഴമില്ല ഇവിടെ. പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പീസ് പഴം ചേർത്ത് വെച്ചെങ്കിൽ അത് നല്ലതായിരുന്നു. പഴമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്തിരി ഹണി കൂടുതൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതും കൂടി എടുത്ത് കുടിച്ചിട്ട് ഞാൻ പിന്നെ എൻ്റെ മറ്റുള്ള ജോലിയിലേക്ക് കിടന്നു. അപ്പം ഞാനാണെങ്കിൽ പപ്പേനെ സാധനങ്ങൾ മേടിക്കാനായിട്ട് പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. കാരണം ഷാജി കുറച്ചധികം ദിവസമായിട്ട് വന്നിട്ടില്ല. ഷാജിയുടെ മോളുടെ മനസ്സമ്മതോടൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഷാജിക്ക് മീനെടുക്കാനോ വിൽക്കാനോ ഉള്ള സമയമില്ല. അപ്പം ഞാൻ ഏതായാലും പപ്പയുടെ അടുത്ത് പറഞ്ഞായിരുന്നു മീൻ പോയിട്ടും ഇത്തിരി എന്തെങ്കിലും കിട്ടുന്നത് മേടിച്ചിട്ട് വന്ന്. അപ്പോൾ പപ്പ കൊണ്ടുവന്നത് ചെറിയ കൊഴുവയും ചാളയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് എന്നെ കുറേ തവണ വിളിക്കും കേട്ടാ, ഇങ്ങനെയൊക്കെയാണ്, ഇതൊക്കെയാണ് ഉള്ളത്, അതൊക്കെയാണ് ഉള്ളതെന്നൊക്കെ പറയും. അപ്പോൾ റോജൻ ആണെന്നുണ്ടെങ്കിൽ കൊഴുവ കഴിക്കണമെന്ന്, കൊഴുവ വറുത്തത് കഴിക്കണമെന്ന് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓൺലൈനിൽ കൊഴുവ നോക്കിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര വില അതുകൊണ്ട് 250 ഗ്രാമിന് 400 രൂപ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തത്. അപ്പം ഞാൻ അതാത് മനസ്സിലോർത്തപ്പോൾ ഞാൻ പറഞ്ഞു ഏതായാലും കൊഴുവ മേടിക്കുക, ഇത്തിരി ചാളയും കൂടി മേടിച്ചോന്ന് പറഞ്ഞു. അങ്ങനെ കൊഴുവ ഏതായാലും റോജറിന് വേണ്ടിയിട്ട് വറുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി അരിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട്. സാധാരണ നമ്മളിവിടെ കുഞ്ഞിക്കൊഴുവ വറുക്കുമ്പോൾ കുരുമുളക് പൊടി ഇടാറില്ല. ഇതിൽ ഞാൻ ഇത്തിരി കുരുമുളക് പൊടി ഇട്ട്. പക്ഷേ വറുത്തിട്ടൊരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഒട്ടും കൊള്ളില്ലായിരുന്നു. നല്ലതായിട്ട് ക്രിസ്പായിട്ടൊക്കെ വറുത്തെടുത്ത് അരിപ്പൊടിയൊക്കെ ഇട്ടേക്കണുണ്ടേ, പക്ഷേ ഒട്ടും തന്നെ കൊള്ളില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ റിച്ചാർഡ് അവിടെ ഇരുന്നിട്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റിച്ചാർഡ് ഇനിയിപ്പോൾ കാലത്ത് ആ ഒരു അതായത് രാത്രി അവൻ ഉറങ്ങാതിരുന്നിട്ടാണല്ലോ പഠിക്കണത്. അപ്പോൾ രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ കിടന്ന് ഉറങ്ങുകയും ചെയ്യണത് കേട്ടോ. രാവിലെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണല്ലോ, പഠിക്കുമ്പോൾ ശ്രദ്ധ കിട്ടായും അങ്ങനെയൊക്കെ ഇട്ട്. അപ്പോൾ അതുകൊണ്ട് ആളങ്ങനെ ഇരുന്ന് കഴിച്ചിട്ട് ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങും. അപ്പോൾ പപ്പ ആദ്യം മീൻ മേടിച്ച് കൊണ്ടുവന്ന് തന്നു. അതിനുശേഷം പിന്നെ മട്ടാഞ്ചേരി പോയിട്ട് നമ്മുടെ അരിയൊക്കെ തീർന്നിരിക്കണുണ്ടായിരുന്നു, ചോറ് വെക്കണ അരിയിൽ. അതൊരു 25 കിലോ വെച്ചിട്ട് ഇപ്പം മേടിക്കണത്. നമ്മൾ 50 കിലോൻ്റെ ചാക്കാണ് നേരത്തെ മേടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആയിട്ട് അരച്ചാക്ക് അരി മേടിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഇഷ്ടക്കുറവ് അരിയിൽ തോന്നിയാലും കുഴപ്പമില്ല, 25 കിലോ അല്ലേ ഉള്ളൂ. മറ്റേത് 50 കിലോ നമ്മൾ തീരണം വരെ സഹിക്കണം. അവർ നമ്മളുടെ അടുത്ത് പറയോട്ടാ, എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു കൊണ്ടുവരാമെന്ന് പറയും. പക്ഷെ അതും ഒരു പണിയല്ലേ, പിന്നെയും കറി കയറ്റി ഇത് കൊണ്ടുപോയി കൊടുത്ത് പിന്നെ അടുത്തത് തിരിച്ചു കൊണ്ടുവരിക, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ 25 കിലോ. പിന്നെ എന്നുണ്ടെങ്കിൽ നമ്മൾ ആഴ്ചയിൽ ഒരു 3 ദിവസമാണെന്നുണ്ടെങ്കിൽ പോലും ഈ എന്തെങ്കിലും ബിരിയാണി റൈസ് വെച്ചിട്ടുള്ള പരിപാടികളാണ് ചെയ്യണത്. അപ്പോഴും മറ്റേ റൈസ് യൂസ് ചെയ്യണില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ദിവസത്തേക്ക് ഈ അരി 25 കിലോ ഉണ്ടാകും. അങ്ങനെ പപ്പ സാധനമൊക്കെ പെറുക്കി വെച്ചിട്ട് പിന്നെ അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളാണ് ഈ പറയണത്. ഇതേ പഞ്ചസാര 1500 രൂപ പർച്ചേസ് ചെയ്യാൻ നേരത്ത് 1 കിലോ പഞ്ചസാര 1 കിലോ പഞ്ചസാര 50 രൂപ ഉള്ളു. 1500 രൂപയുടെ ഫ്ലിപ്കാർട്ടിൽ പർച്ചേസ് ചെയ്താൽ 150 രൂപ കുറവ്. പിന്നെ ഇതുപോലെ എന്തെങ്കിലും 1/2 കിലോ പഞ്ചസാര വേറെയും തരും. അതാണ് വ്യത്യാസം. 1500 കിട്ടി. 1500 രൂപ പർച്ചേസിന് ഇത്
പഞ്ചസാര ഫ്രീ എന്നും പറഞ്ഞ് അതവിടെ കൗണ്ടറിൽ തന്നെ എടുത്ത് വെച്ചേക്കാണ്. പിന്നെ 25 രൂപ ഇതിന് കുറച്ച് തന്നിട്ട്. മുട്ട തന്നില്ലല്ലോ. അപ്പം നമ്മളുടെ അരി തീർന്നിട്ടില്ല, അതുകൊണ്ട് അത് ഇപ്പോൾ ഇടേണ്ട അതിനകത്തേക്ക് തീർന്നു കഴിഞ്ഞിട്ട് ഇടാമെന്ന് പറഞ്ഞു. എങ്കിലും അത് പുറത്തേക്ക് എടുത്ത് വെച്ചേക്ക്, അകത്ത് നമുക്ക് നടക്കുമ്പോൾ സൗകര്യക്കുറവാണ്, തട്ടിമുട്ടി അതിൽ വീഴണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പുറത്തേക്ക് എടുത്ത് വെക്കുന്ന പറയുമ്പോൾ പുള്ളി പുറത്തേക്ക് എടുത്ത് വെച്ചാണ് അത്. പിന്നെ മേടിച്ച സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാനുള്ളതൊക്കെ വേഗം വേഗം എടുത്ത് വെച്ചു. അപ്പോൾ സാമ്പാർ ഇപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, സാമ്പാറിൻ്റെ കഷ്ണം ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ മറ്റുള്ള സാധനങ്ങളൊക്കെ വെക്കേണ്ട സ്ഥലത്തേക്ക് എടുത്ത് വെക്കണം. അപ്പോൾ ഈ ബാറ്ററി കുറച്ച് മേടിച്ചേക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നടയിൽ വെക്കുന്ന ആ 2 ക്യാൻഡിലില്ലേ, അതിൻ്റെ ബാറ്ററി ഏകദേശം തീർന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബാറ്ററി മേടിച്ചത് കേട്ടോ. അപ്പോൾ അത് ഇനി തീരുമ്പോൾ നമുക്ക് ഓടി പോകണ്ടല്ലോ എന്ന് വെച്ചിട്ട് 2 ബാറ്ററി, അപ്പോൾ 3 പ്രാവശ്യത്തേക്കുള്ള ബാറ്ററി സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഡിസംബറിലൊക്കെ അല്ലേ അത് വെച്ചത്, ഇപ്പോൾ ഈ ഒരു 4 മാസം 5 മാസമായി ആ ബാറ്ററിയിൽ തന്നെ വർക്ക് ചെയ്യണത്. അപ്പം അങ്ങനെ അത്രയും നാൾ ആ ബാറ്ററി നമ്മൾ രാത്രി മാത്രമാണ് പ്രാർത്ഥനയുടെ ഇത് മാത്രമേ കത്തിക്കുക, അതുകൊണ്ടാണ് കേട്ടോ, എപ്പോഴും കത്തിച്ചിടാറില്ല. പിന്നെ അതേ റോജർ ഈ ഒരു സമയത്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നത്. അപ്പോൾ റോജറിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നൊന്നും എനിക്കറിയില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നും ചെയ്യാറില്ല ഇപ്പോഴായിട്ട്. റോജർ ചിലപ്പോൾ 12 മണി 12:30 താഴെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് അവർക്ക് എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ പാല മുട്ട അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം അവൻ തന്നെ പാല് കാച്ചനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് നേരമില്ല, കാരണം ഇനി എനിക്ക് ഈ സാമ്പാറിൻ്റെ പീസ് കട്ട് ചെയ്ത് സാമ്പാറൊക്കെ ഉണ്ടാക്കിയെടുക്കണം, അപ്പോൾ ഒത്തിരി നേരം വേണം. അപ്പം നിൻ്റെ പുറകെ നടക്കാൻ നേരമില്ല, നിനക്ക് വേണ്ടത് നീ ചെയ്ത് കഴിച്ചു. സമയത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തു തരും, സമയം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇനി ഇപ്പം എനിക്ക് നേരമില്ലാത്തതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ റിച്ചാർഡ് കഴിച്ചു കഴിഞ്ഞതിൻ്റെ ആ വേസ്റ്റെല്ലാം കൊണ്ടുവന്നിട്ട് ഇവിടെ ഇടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഇവർ ഇങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ തിരക്ക് പിടിച്ച് ജോലി ചെയ്യണമെന്നൊന്നും ഇവർക്ക് പ്രശ്നമില്ല, ഇവർ നമ്മളുടെ സമയം കൊണ്ട് കളയും കേട്ടോ. അങ്ങനെ റിച്ചാർഡ് ആണ് ഏറ്റവും കൂടുതൽ എൻ്റെ സമയം കളയണ ആൾ. എപ്പോഴും അവൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് സംസാരിക്കുമ്പോൾ ഞാൻ തിരക്കിട്ട് ജോലി ചെയ്യുന്ന സമയത്തായിരിക്കുള്ളൂ വരണത്. അപ്പം ഞാൻ ആകെപ്പാടെ ഇവനെയും കേൾക്കണം, ഈ തിരക്കിട്ടുള്ള ജോലിയും ചെയ്യേണ്ടി വരുമ്പോൾ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളൊന്നും അത്ര വലിയ ശ്രദ്ധ കൊടുക്കാൻ പറ്റിയില്ലെന്ന് വരും. അപ്പോൾ തിരിച്ച് ചിലപ്പോൾ അവൻ്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമ്പോഴാണ് ഞാൻ കുഴഞ്ഞു പോണത്. അപ്പം ഞാൻ പറയും അയ്യോ എന്താണ് മമ്മി അപ്പം ഞാൻ പറഞ്ഞൊന്നും കേൾക്കണില്ലല്ലേ എന്ന് പറയുമ്പോൾ അവരതൊന്നും ഇഷ്ടമല്ല. അവർ പറയണത് ഭയങ്കര ശ്രദ്ധാപൂർവ്വം നമ്മൾ കേൾക്കണം. അങ്ങനെ എൻ്റെ സമയം മൊത്തം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് റെസ്റ്റ് സമയം കുറയും. ഇവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ നിന്ന് സമയവും കളഞ്ഞ് പിന്നെ ഒരു വെപ്രാളത്തിലുള്ള ജോലി അതൊക്കെയാണ് ഇത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇനിയിപ്പോൾ ഇവരെ ഇവിടെ നിന്ന് പോകാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയാം. അങ്ങനെ ഏതായാലും റോജറിനെ ഏകദേശം പറഞ്ഞു വിടാനുള്ള സമയമായിട്ടുണ്ട്. റോജർ ഇനി പാല് കാച്ചി അതൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി 2 മുട്ടയും കൂടി എടുത്തിട്ടൊന്ന് ബുൾസൈ ആക്കി കഴിഞ്ഞാൽ റോജർ അതും കൊണ്ട് അങ്ങോട്ട് പോയിക്കോളും. അപ്പോൾ റോജർ തന്നെ ബുൾസൈ ആക്കണേ കേട്ടോ. അപ്പോൾ എനിക്ക് പേടിയാണ്, പിന്നെ ഇതിങ്ങനെ ഇടുമ്പോഴില്ലേ ഇത് എണ്ണ ചെറിയ അങ്ങനെ അധികം പൊക്കമില്ലല്ലോ പാത്രത്തിൽ, അപ്പോൾ എണ്ണ പെട്ടെന്ന് തെറിച്ച് കയ്യിലേക്ക് വിടും. അപ്പോൾ ഞാൻ ഇടം നോക്കടാ, എണ്ണ തെറിച്ച് കൈ പൊള്ളിയിരിക്കും, നോക്കെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കണക്കിന് പറഞ്ഞ് ഇടിച്ചാണ് കേട്ടോ. അപ്പോൾ അതൊന്നും നമ്മൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല, അവരതൊക്കെ ചെയ്ത് ശീലമുള്ളതൊക്കെയാണ്. എങ്കിലും ഇതുപോലത്തെ ഒരു കുഞ്ഞു പാത്രത്തിലിട്ട് ബുൾസൈ ഉണ്ടാക്കാറില്ല, വലിയ പാത്രം എടുക്കുന്നതിനോട് പറയുള്ളൂ. അപ്പോൾ ഞാൻ പറയടാ ബുൾസൈയൊക്കെ ഉണ്ടാക്കാൻ സ്റ്റൈലായിട്ട് ചതുരത്തിലൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇത് തന്നെ വേണം, അപ്പോൾ നീ ഇതിൽ ചെയ്യും. അപ്പോൾ വലുതിലാണെന്നുണ്ടെങ്കിൽ വിശാലമായിട്ട് ചെയ്യാമല്ലോ എന്നാണ് അവൻ പറയുന്നത് കേട്ടോ. അങ്ങനെ ഒരുവിധം എല്ലാവരെയും പറഞ്ഞ് വിട്ട് റിച്ചാർഡ് കിടന്നുറങ്ങാനും പോയി. റോജർ വർക്കല്ല ഇന്ന് ക്ലാസ്സാണ് സാറ്റർഡേ, അപ്പോൾ അതിനും കയറി. പിന്നെ ഇനി സമാധാനം കഴിഞ്ഞിട്ട് എനിക്ക് വേഗം അങ്ങോട്ട് ചെയ്യാം. സാമ്പാർ വെക്കുന്ന ദിവസം നമ്മൾ അത് ഇത്തിരി നേരത്തെ വെക്കുന്നതാണ് നല്ലത്. ഇരുന്നിട്ട് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് നന്നായിട്ട് ആറുമ്പോഴാണ് സാമ്പാറിൻ്റെ ആ കറക്റ്റ് ടേസ്റ്റും തിക്നെസ്സും ഒക്കെ റെഡിയാകണത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇങ്ങനെ സാമ്പാർ മേടിച്ചു കൊണ്ടുവരണം ആ ദിവസം തന്നെ ഉണ്ടാക്കാൻ ഒരിത്തിരി മടിയാണ്. തലേ ദിവസം മേടിച്ച് വെച്ച് രാവിലെ തന്നെ സാമ്പാറുകൾ ഉണ്ടാക്കി വെക്കുമ്പോഴാണ് എനിക്ക് തൃപ്തി. പക്ഷേ ഇന്നിപ്പോൾ ഒത്തിരി ലേറ്റായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഈ കൊഴുവ വറുത്തതും സാമ്പാറും പപ്പടവും, അപ്പോൾ സാമ്പാറും പപ്പടവും കൂടി ചേർത്തിട്ട് റിച്ചാർഡിനും കൊടുക്കുക, കൊഴുവ വറുത്തതും കൂട്ടി നമുക്കും കഴിക്കാം, ഞങ്ങൾക്ക് 3 ആൾക്കും എന്ന് വിചാരിച്ചിട്ടാണ് സാമ്പാർ ഏതായാലും ഉണ്ടാക്കുന്നത്. അങ്ങനെ ഇവിടെ ഒരുപാട് കഷ്ണങ്ങൾ വേണം കേട്ടോ. ഇപ്പോൾ പപ്പയൊക്കെ ആണെന്നുണ്ടെങ്കിലും സാമ്പാറിൻ്റെ കഷ്ണങ്ങളാണ്
കഷ്ണങ്ങളാണ് കൂടുതൽ എടുത്ത് കഴിക്കുക. എനിക്കും ഭയങ്കര ഇഷ്ടമാണ് സാമ്പാറിൽ ഒരുപാട് കഷ്ണങ്ങളുള്ളത്. അല്ലാതെ സാമ്പാറിൻ്റെ ചാറ് മാത്രമെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുറത്തുനിന്ന് മേടിക്കുന്ന സാമ്പാറില്ലേ, അത് മാത്രമുള്ളൂ അങ്ങനെ കഴിക്കാനിഷ്ടം. ആ ഒരു സാമ്പാറിൻ്റെ ചാറിനൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. പക്ഷെ നമ്മൾക്ക് അങ്ങനത്തെ ഒരു ടേസ്റ്റിലല്ല നമ്മളുടെ സാമ്പാർ. ഹോട്ടൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് എന്നും പറഞ്ഞിട്ട് പല വീഡിയോകളും കണ്ട് ഞാൻ പല രീതിയിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോട്ടൽ സാമ്പാറിൻ്റെ ടേസ്റ്റ് എനിക്ക് കിട്ടാറില്ല. ഇനിയൊരു കാര്യവും കൂടി എനിക്ക് ട്രൈ ചെയ്യണമെന്നുണ്ട്. പച്ചത്തേങ്ങ അരച്ച് ചേർത്തിട്ട് സാമ്പാർ ഒന്ന് ഉണ്ടാക്കണമെന്നുണ്ട്. അങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഹോട്ടൽ രുചി ആ ഒരു ലൈറ്റ് ഷെയ്ഡുമായിട്ട് വരും എന്നെൻ്റെ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഒരു സാമ്പാറിൽ ഒരിത്തിരി സാമ്പാർ എടുത്തിട്ട് അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. ആരെങ്കിലും അങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ പറയണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാമ്പാറിന് ഹോട്ടൽ ടേസ്റ്റ് ആ ഒരു രുചി വരുക എന്നുള്ളതൊന്നും പറയണം കേട്ടോ. അപ്പോൾ തേങ്ങയാണെന്നുണ്ടെങ്കിലല്ലേ ഞാൻ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ ഉള്ളിൽ വെള്ളമില്ലാത്ത തേങ്ങയാണ് കേട്ടോ. അതവിടെ പൊട്ടിച്ചിട്ട് തേങ്ങ വെച്ചിട്ടുണ്ട്. ചിരണ്ടി എടുക്കാൻ നേരം കിട്ടിയിട്ടില്ല, അതവിടെ തന്നെ ഇരിക്കണേ. അപ്പോൾ ചിരണ്ടി ഒന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കണം. ഇന്നിപ്പോൾ ആവശ്യമില്ല നമുക്ക് തേങ്ങക്ക്, എങ്കിലും പൊട്ടിച്ച് പോയി, അതുകൊണ്ടൊന്ന് ചിരണ്ടി വെക്കണം. അപ്പോൾ അതവിടെ ഇരിക്കുന്നുണ്ട്, അതൊരു പണിയുണ്ട്. അപ്പോൾ സാമ്പാറും ഏകദേശം ഒന്ന് ആയി വന്നിട്ടുണ്ട്. ഇനി അതിനെ തുറക്കുന്നത് വരെയും ഒന്ന്, അതായത് ആവി പോകുന്നവരെയും അതവിടെ ഇരിക്കട്ടെ. ആ നേരത്ത് നമുക്ക് മീൻ വറുത്തതൊക്കെ കോരിയെടുക്കാം. അപ്പോൾ ഈ കൊഴുവയൊക്കെ വറുക്കുമ്പോൾ ഒരുപാട് എണ്ണ വേണം. പക്ഷേ എന്തോ കൊഴുവ വറുത്തിട്ട് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാകുന്നില്ല. നെയ്യൊന്നും ഇല്ലാത്ത കൊഴുവയൊക്കെ ആയിരുന്നു, അതുകൊണ്ട് വലിയ ടേസ്റ്റൊന്നും ഉണ്ടാകുന്നില്ല. അങ്ങനെ സാമ്പാറൊക്കെ തുറന്ന് ഇനി അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ അതവിടെ കഴുകിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഇട്ട് ഇനി ബാക്കി പച്ചക്ക് വെച്ചേക്കുന്ന വെണ്ടക്കായും മുരിങ്ങക്കായൊക്കെ ഒന്നും കൂടി അതിനകത്തേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഒന്ന് താളിച്ചിടണം, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ സാമ്പാർ പൊടിയും പുളിയും എല്ലാം കൂടി ഉപ്പൊക്കെ ചേർത്തിട്ട് തന്നെയാണ് വേവിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സാമ്പാർ തുറക്കാനായിട്ട് കുറച്ച് സമയമെടുത്ത് ആ സമയം കൊണ്ട് ഞാൻ തേങ്ങ ചിരണ്ടി കൊണ്ടുവന്നിട്ട്, അപ്പോൾ ഒരു പീസ് തേങ്ങ ഇങ്ങനെ വിട്ടു പോന്നിട്ടുണ്ടായിരുന്നു ചിരട്ടേന്ന്. അപ്പോൾ ഞാനത് ചിരണ്ടിയില്ല. ഇനി വരെ തേങ്ങ കൊത്തിടേണ്ട സമയത്ത് അതിങ്ങനെ കൊത്തിയിടാമെന്ന്, അതിങ്ങനെ അരിഞ്ഞിടാമെന്ന് വെച്ചിട്ട് അത് അങ്ങനെ തന്നെ എടുത്ത് അങ്ങനെ എല്ലാം ഫ്രിഡ്ജിലും ആക്കി വെച്ചേട്ടാ. പിന്നെ ഇനി ഊണിക്കേണ്ട ടൈമായി. ഞാൻ കഴിക്കാനുള്ളതെല്ലാം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ച് പപ്പടമൊക്കെ വറുത്തിട്ടുണ്ട്, എല്ലാ സംഗതികളും റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 2-2:30 നമ്മൾ ഊണ് കഴിക്കണത് കേട്ടോ. എത്ര നേരത്തെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടും കാര്യമില്ല, ആ സമയത്തൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ റോജറും കൂടി ഇല്ലേ ഷോപ്പ് ആൻഡ് സേവിൽ പോയിട്ട് നെയിൽ പോളിഷ് കിട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എവിടെ പോയാലും നെയിൽ പോളിഷ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ നോക്കുന്നൊരു കളറുണ്ട്. ആ കളറ് ഒരിക്കലും ഒരു സ്ഥലത്തും കിട്ടാറില്ല. ഇപ്പോഴത്തെ ട്രെൻഡിങ് കളറിൽ പെട്ടൊരു കളറാണത്. അപ്പോൾ അത് കിട്ടാത്ത സ്ഥിതിക്ക് ഇനി അന്വേഷിച്ച് നടക്കണ്ട, ഫ്ലിപ്കാർട്ടിൽ തന്നെ ഓർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓർഡർ കൊടുത്താണ്. അപ്പം നമ്മൾ വിചാരിച്ച ആ ട്രെൻഡിങ് കളറ് ഉള്ള ആ ഒരു സെറ്റാണ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഒരു ചെറുപയറിൻ്റെ ആ ഒരു പച്ച കളറില്ലേ, ആ ഒരു ഷെയ്ഡാണ് ഞാൻ അന്വേഷിച്ചതെന്ന് വെച്ചത്. അതാണ് ദൈ കാണുന്നത്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നെയിൽ പോളിഷിൻ്റെ ഒരു പാക്കറ്റ് മേടിച്ചത്. പക്ഷേ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെയിൽ പോളിഷ് ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു പേരാണ് ഈ നെയിൽ പോളിഷിൻ്റെ ബ്രാൻഡ് നെയിം. പക്ഷേ ഈ സംഭവം ഈ 6 175 രൂപയെ വരുന്നുള്ളൂ. നമ്മൾ കടയിൽ നിന്ന് പറഞ്ഞാൽ മേടിക്കുമ്പോൾ ഒരെണ്ണത്തിന് തന്നെയും കുറഞ്ഞത് 50 രൂപ കൊടുത്തിട്ടാണ് ഞാൻ മേടിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ നെയിൽ പോളിഷുകൾ 10 രൂപ 20 രൂപയുടെ നെയിൽ പോളിഷൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചിപ്പായിട്ട് പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സാധാരണ അങ്ങനെ എടുക്കാത്തത്. എനിക്കൊരു 10-15 ദിവസം നെയിൽ പോളിഷ് കയ്യിൽ കിടക്കണം, അങ്ങനെ ഞാൻ എടുക്കണത്. അപ്പോൾ മിക്കവാറും ഞാൻ എടുക്കുന്നത് ഡാസ്ലർ. വിലയും അത്യാവശ്യം കുറവ്, പക്ഷേ ഇത് പറഞ്ഞ പോലെ പെട്ടെന്ന് പൊളിഞ്ഞ് പോകില്ല. അപ്പോൾ അങ്ങനെ ഡാസ്ലർ ആണെങ്കിലാണ് എനിക്ക് തൃപ്തി. പക്ഷേ ഇത് വേറെ ഏതോ ബ്രാൻഡാണ്. ഇത് ഞാൻ ഇട്ടിട്ട് ഒരു 3 ദിവസം കറക്റ്റ് ഒരു തരി പോലും ചിപ്പാകാതെ ഇരുന്നു കേട്ടോ. 3-ാമത്തെ ദിവസം ചിപ്പാകാൻ തുടങ്ങി. പക്ഷേ നമ്മൾ ഡാസ്ലറൊക്കെ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഇടത്തെ കയ്യിൽ ഒരു 10 ദിവസമാകാതെ അനങ്ങാറില്ല കേട്ടോ, ഒരു തരി പോലും പോകില്ല. ഇത് വലത്തെ കയ്യിലത് നമ്മൾ ഈ സ്ക്രബ്ബർ പിടിക്കുമ്പോൾ അതിൻ്റെ അറ്റം അങ്ങനെ അത് ആ സ്റ്റീലിൻ്റെ ഇത് കൊണ്ടിട്ട് ഇത്തിരി പോകും കേട്ടോ. അപ്പോൾ ഈ നെയിൽ പോളിഷിൻ്റെ എല്ലാ കളറുകളും നല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള കളറുകളുള്ള സെറ്റ് നോക്കി മേടിച്ചാൽ മതി, ലാഭമാണ്. നല്ല നെയിൽ പോളിഷാണ്. അപ്പം അങ്ങനെ വൈകുന്നേരത്തെ ചായ കൂടി കഴിഞ്ഞതിന് ശേഷം ഞാനും റിച്ചാർഡും ഇപ്പോൾ തലേ ദിവസം വെള്ളിയാഴ്ച നമ്മൾ ഷോപ്പിങ്ങിന് പോകണമെന്ന് പറഞ്ഞായിരുന്നില്ല, അത് പോകാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് അവൻ ശനിയാഴ്ച എന്നെ കൊണ്ട് എനിക്ക് വേണ്ടിയിട്ടാണ് ഷോപ്പിങ്ങിന് എന്നെ കൊണ്ടുപോകണത് കേട്ടോ. അവൻ നിർബന്ധിച്ച് കൊണ്ടുപോകണതാണ് കേട്ടോ. എത്ര വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൊണ്ടുപോവുകയെ. അങ്ങനെ കൊണ്ടുപോയി മാക്സിൽ, അപ്പോൾ മാക്സിലൊന്നും അല്ല സെൻറ്റർ സ്ക്വയറിൽ പോകാമെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ പറഞ്ഞു വേണ്ട, അത്ര നേരം ഒന്നും കളയേണ്ട, നമുക്ക് മാക്സിൽ പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കാം. അവിടെ
ഇല്ലെങ്കിൽ മാത്രം സെൻറ്റർ സ്ക്വയറിൽ പോകാമെന്ന് പറയും. അവിടെ എനിക്കിഷ്ടപ്പെട്ടത് ഉണ്ടായിരുന്നു, ഞാനതങ്ങനെ എടുക്കുകയും ചെയ്ത്. അതുകൊണ്ട് അങ്ങോട്ട് പോകേണ്ടി വന്നില്ല. വേഗം അതിൻ്റെ മുന്നിൽ തന്നെ KFC ഉണ്ട്, നേരെ ഓപ്പോസിറ്റാണ് KFC ഉള്ളത്. അത് ഫേസ് ടു ഫേസ് അങ്ങനെ നിൽക്കണോണ്ട് തന്നെ ഞങ്ങൾ കാറ് അവിടെ തന്നെ ഇട്ട്, നമ്മൾ മാക്സിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്, അവിടെ തന്നെ കാറിട്ട്. കാരണം നേരെ ഓപ്പോസിറ്റ് കയറ്റിയിടേണ്ട കാര്യമില്ലല്ലോ, അവിടെ തന്നെ ഇട്ടിട്ട് നേരെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്ത് ഇത് നമ്മുടെ KFCയിൽ വന്നു. അപ്പോൾ KFCയിൽ നിന്ന് എന്താ വേണ്ട, അപ്പോൾ എനിക്ക് ഈ ചിക്കൻ കഴിക്കാൻ ഒട്ടും തന്നെ ഇപ്പം ഇഷ്ടമില്ല കേട്ടോ. ഞാൻ പറഞ്ഞാൽ എനിക്കൊരു ബർഗർ മാത്രം മതി, അതും സിംഗിൾ ബർഗറാണ് അവിടെ ഉള്ളത്, എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എങ്കിൽ തന്നെയും വേറെ ബർഗർ, പാറ്റിയുടെ ബർഗറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് മേടിച്ച് അത് കഴിച്ചിട്ടാ. അപ്പോൾ അവൻ ബർഗർ മാത്രമോ ഒരു തൃപ്തിക്കുറവ് ആൾക്ക്. അപ്പോൾ ഒരു ചിക്കൻ പപ്സ് കൂടി ഞാൻ ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതും കൂടിയൊക്കെ ഓർഡർ ചെയ്ത് കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് വേണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടാണ്, കാരണം ഈ ബർഗർ തന്നെ എനിക്ക് ധാരാളം, അതെന്നെ ഒരു വിധത്തിലാണ് ഞാൻ കഴിക്കണം. അപ്പോൾ അത് നീ തന്നെ കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കാതെ എന്നെ കൊണ്ടുവന്ന് ഇടിപ്പിച്ചതാണ് കേട്ടോ. അങ്ങനെ അതും കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. എന്നിട്ട് പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് നമ്മൾ മാക്സിൻ്റെ അവിടെ വന്നിട്ട് നമ്മളുടെ കാർ പാർക്കിങ് അവിടെ നിന്ന് കാർ എടുക്കണം. അപ്പോൾ ഭയങ്കര തിരക്കാണ് കേട്ടോ തോപ്പുംപടിയിൽ. ഇത് തോപ്പുംപടിയാണ്, തോപ്പുംപടിയിൽ ഭയങ്കര തിരക്കാണ്. ഒന്നാമത് രാത്രി സന്ധ്യയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക് കൂടും കേട്ടോ, നമുക്ക് ക്രോസ് ചെയ്യാൻ പോലും പറ്റൂല, അത്രയും തിരക്കാണ്. അങ്ങനെ അവിടെ നിന്ന് കാറൊക്കെ ഒരു വിധത്തിൽ ചാടിച്ച് പുറത്തെടുത്ത് അപ്പം മാക്സിലേക്ക് കയറുന്ന ആളുകളും അവിടെ നിന്ന് ഇറങ്ങുന്നവരും ഒക്കെ ഭയങ്കര തിരക്ക്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മുടെ റൂബി കുഞ്ഞിന് 2 മുട്ട ഒന്ന് വേവിച്ച് കൊടുത്ത്, അവൾക്ക് വിശക്കണ പോലെ ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾക്കൊരു വിശപ്പ് പോലെ കണ്ട്, ചിക്കൻ തീർന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ വേറെ ചിക്കനൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ, പിറ്റേ ദിവസം ഓർഡർ ചെയ്യാതെ വെച്ചാൽ. അപ്പം പോരാതെ തോന്നി 2 എഗ്ഗൊക്കെ കൊടുത്ത്, പിന്നെ നമ്മുടെ റോജറിന് ബിരിയാണി വെച്ച് കൊടുത്തേക്കണം. അവന് ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചക്ക് അവൻ ചോറും സാമ്പാറും മീൻ വറുത്തൊക്കെ കഴിച്ചാലേ, അപ്പോൾ ബിരിയാണി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അത് ചൂടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ റിച്ചാർഡ് കഴിച്ചതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല. അപ്പോൾ പപ്പക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പപ്പ നേരത്തെ തന്നെ കഴിച്ചിട്ട് എഴുന്നേറ്റ് പോയി. പിന്നെ പിറ്റേ ദിവസം നമ്മൾ സൺഡേ രാവിലെ കേട്ടോ, സൺഡേ രാവിലെ വെളുപ്പിൻ്റെ കുർബാനക്ക് പോയിട്ട് ഞാനും പപ്പയും കൂടി വന്നിട്ട്, അപ്പം ഞാൻ ഉടുപ്പൊന്നും മാറാതെ തന്നെ അതേ ഉടുപ്പ് ഏതായാലും വേർതിരിക്കലാണ്. അന്നേ പിന്നെ ഇന്ന് ഈ ഒരു ഇത് നമ്മുടെ കാർപ്പറ്റ് ഒന്നങ്ങോട്ട് കഴിയേക്കാന്ന് വെച്ചാൽ, കാരണം കാർപ്പറ്റ് ആകെ നാശമായിട്ടിരിക്കണേന്. നമ്മുടെ റൂബിയുടെ രോമം കൊഴിച്ചിൽ ഭയങ്കര രോമം കൊഴിച്ചിലായിരുന്നില്ല, അടിച്ചു വാരി എടുക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാറില്ലേ. അപ്പോൾ ഈ കാർപ്പറ്റിൽ ഒരുപാട് രോമമാണ് പിടിച്ചേക്കണം. അപ്പം നമ്മളിടക്ക് വാക്യൂം ക്ലീനർ വെച്ചിട്ട് എടുക്കുമെന്നുണ്ടെങ്കിലും അത് മാറ്റി ആ വാക്യൂം ക്ലീനർ വെച്ച് കംപ്ലീറ്റ് അതിൽ നിന്ന് എടുത്ത് ഒരു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീണ്ടും അതിൽ നിറയെ രോമം പിടിക്കും കേട്ടോ. നമ്മൾ ഫ്ലോറിൽ നിന്ന് നമ്മൾ അടിച്ചെടുക്കും, ഇതിൽ നിന്ന് അടിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് ഇത് കഴുകി അങ്ങോട്ട് മാറ്റാം, അതായത് റൂബിയുടെ രോമം കൊഴിച്ചിൽ കഴിയട്ടെ, എന്നിട്ട് നമുക്ക് രണ്ടാമത് ഇടാം എന്നും വിചാരിച്ചിട്ട് കഴുകണതാണ് കേട്ടോ. അപ്പോൾ പപ്പയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ദിവസം മുൻപ് ഇതൊന്ന് കഴുകണം. അപ്പോൾ പറഞ്ഞു ഞാൻ കഴുത്തരാം, ഇന്നിപ്പോൾ സൺഡേ പപ്പ കഴുകാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പപ്പ അത് ഇങ്ങനെ വെയിലൊക്കെ വന്ന് അങ്ങനെ ചൂടൊക്കെ ആകുമ്പോഴേ പപ്പ പണി ചെയ്യാനൊക്കെ ഇറങ്ങുള്ളൂ. എപ്പോഴും അങ്ങനെയാണ്, എനിക്കത് പറ്റൂല. എനിക്ക് വെയിലുദിക്കുന്നതിന് മുൻപേ പണി ചെയ്ത് തീർക്കണമെന്ന് ആഗ്രഹമുള്ള ആളാണ്. ചൂടാണല്ലോ എന്തെങ്കിലും പുറത്തൊക്കെ. അപ്പോൾ പപ്പനെ വെയിറ്റ് ചെയ്യാന്നില്ല, പപ്പ മുകളിൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഞാനപ്പോൾ ഏതായാലും ഇതങ്ങോട്ട് തുടങ്ങിയോ പപ്പ അറിഞ്ഞിട്ടില്ല കേട്ടോ, ഞാനിത് ചെയ്യണത് പപ്പ അറിഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നണത് പപ്പ പ്രഷർ പമ്പ് എടുത്ത് വെച്ചിട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചിരുന്നതെന്ന് തോന്നുന്നത്. പക്ഷേ പ്രഷർ പമ്പൊക്കെ ഇതിനകത്ത് അടിച്ചു ചെയ്യണമെങ്കിൽ അതൊക്കെ തെള്ളി അതൊക്കെ പോകും, അതിൻ്റെ ആ ഒരു വെൽവെറ്റ് പോലത്തെ സംഭവങ്ങളൊക്കെ തെറിച്ച് പോകും. അപ്പോൾ പപ്പ അറിഞ്ഞിട്ടില്ല ഏതായാലും ഞാനിങ്ങനെ ബ്രഷ് വെച്ചിട്ടൊക്കെ ഇവിടെ കുത്തിയിരുന്ന് കഴുകണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഒരുവിധം കഴുകിയതിന് ശേഷം ഇതിനെ പൊക്കി എടുത്ത് മതിലിലിടാൻ വേണ്ടിയിട്ട് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഒറ്റയ്ക്ക് പൊക്കാൻ പറ്റൂല, അത്ര വെയിറ്റാണ് വെള്ളം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ. അപ്പോൾ ഞാൻ ഏതായാലും പപ്പനെ വിളിക്കാതെ നിവർത്തിയില്ല. അങ്ങനെ ഞാൻ മുകളിലേക്ക് ഒച്ചത്തിൽ പുറത്ത് നിന്ന് തന്നെ വിളിച്ചുകൊണ്ടിരിപ്പുണ്ട്, പപ്പ ഒന്ന് വരുവാ. അങ്ങനെ പപ്പ അപ്പം തന്നെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തർക്കമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെ ഇടും. അപ്പം ഞാൻ പറഞ്ഞ് റൈറ്റ് സൈഡിൽ മതിലിലേക്ക് ഇടാം.
അതായത് പടിഞ്ഞാറ് സൈഡിലെ മതിലിടാന്നാണ് ഞാൻ പറയണത്. കാരണം അവിടെ ഇടാന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പറഞ്ഞത് അവിടെ ഇട്ടാൽ വെയിൽ കൊള്ളൂല, അപ്പുറത്തിട്ടാലേ വെയിൽ കൊള്ളുള്ളൂ, കിഴക്കേ ഭാഗത്തിടാം, അവിടെ നിന്ന് സൂര്യൻ ഉദിച്ചിങ്ങനെ പൊങ്ങി വരുമ്പോൾ അവിടെയാണ് വെയിലടിക്കുക, അപ്പോൾ അവിടെ ഇടാം. അപ്പോൾ എനിക്കറിയാം അവിടെ വെയിലടിക്കില്ലെന്ന് എനിക്ക് വ്യക്തമായിട്ടറിയാം. കാരണം ഞാൻ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ചവിട്ടികൾ കഴിയിട്ട് ഈ പടിഞ്ഞാറ് വശത്ത് മുതലാണ് ഇടുന്നത്. അവിടെ കാലത്ത് മുതൽ വൈകുന്നേരം വരെ നല്ല വെയിൽ കൊള്ളാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണങ്ങി വരും. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞ് ഇപ്പുറത്തെ റൈറ്റ് സൈഡിലെ മതിലിടാന്നിട്ട് സമ്മതിക്കൂല പപ്പ. ഓക്കെ, അന്നേ പപ്പയുടെ ഇഷ്ടം പോലെ നമുക്ക് എവിടെ വേണമെങ്കിലും ഇടാം എന്നും പറഞ്ഞ് ദേവക്കി കൊണ്ട് പോണതാണ്. പപ്പ അവിടെ സെറ്റാക്കി ഈ ഏണിയൊക്കെ വെച്ചിട്ട്, അതായത് നമുക്ക് പൊക്കി അങ്ങനെ മുകളിലേക്ക് ആക്കാൻ പറ്റില്ല. അപ്പം ഏണി വെച്ച് കയറി നിന്നിട്ട് ഒരു സൈഡ് പപ്പ ആദ്യം പിടിച്ചിങ്ങോട്ട് ഇട്ട് മറ്റേ സൈഡിൽ ഞാൻ പിടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും കഴിഞ്ഞിറങ്ങി ഏണി ഇങ്ങനെ നീക്കി വെച്ചിട്ട്, അപ്പോൾ ആ സമയത്ത് ഞാൻ ഇത് ഇങ്ങനെ താഴേക്ക് വരാതിരിക്കാൻ അമർത്തി പിടിച്ചേക്കണേ. എന്നിട്ട് അത് 2 സൈഡും ഇങ്ങനെ കയറ്റി അവിടെ വെച്ചിട്ടാണ്. ഇനി അതിൻ്റെ ബാക്കി കഴുകൽ മതിലുമ്മേൽ ഇട്ടിട്ടാണ്. കാരണം നമ്മൾ താഴെയിട്ട് കഴുകുമ്പോൾ എന്ത് തന്നെയാലും ആ സോപ്പ് വെള്ളം വീണ്ടും വീണ്ടും ഒഴുകി അതിൻ്റെ അടിയിലൊക്കെ കയറി പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി കയറി പിടിക്കാനൊന്നുമില്ല, അതിൽ നിന്ന് ഒഴുകി എല്ലാം പോയിക്കോളും. അങ്ങനെ ഒരു 2-3 ബക്കറ്റ് വെള്ളം അതിൻ്റെ തലവഴിയും സൈഡ് വഴിയൊക്കെ ഒഴിച്ച് അതിൻ്റെ എല്ലാ സോപ്പ് പതിയെ നമ്മൾ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോഴാണ് പപ്പതേ ഹോസ് എടുത്തിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഹോസ് ആദ്യം തന്നെ എടുത്ത് വെച്ചെങ്കിൽ എൻ്റെ പണിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് കുറഞ്ഞ് കിട്ടിയാൽ. കാരണം ഞാൻ ബക്കറ്റിൽ വെള്ളം കോരി കൊണ്ടുവന്നിട്ടാണ് നിലത്തിട്ട് കഴുകിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ പപ്പക്കാണെന്നുണ്ടെങ്കിലേ ഈ കാർ കഴുകി നമ്മൾ പുത്തനാക്കി കൊണ്ടുവന്ന് ഇട്ടേക്കണല്ലേ. അപ്പോൾ ആ ടയറിലൊക്കെ ഞങ്ങൾ മാക്സിൽ പോയി തിരിച്ചു വന്നപ്പോൾ നല്ല കൽപ്പൊടിച്ചെളി പുരട്ടിയാണ് കൊണ്ടുവന്നത്. കാരണം മാക്സിൻ്റെ ആ ഒരു പാർക്കിംഗ് ഏരിയയിൽ ചെളിക്കുഴിയായിരുന്നു, കൽപ്പൊടി ചെളിയുടെ കുഴിയായിരുന്നു. അതിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ ഹൃദയം തകർന്നു. കാരണം പപ്പ കരിശം കയറുമെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ പപ്പ ആ ടയർ കംപ്ലീറ്റ് ബ്രഷ് ഇട്ട് തേച്ച് കഴുകുന്ന സീനാണ് ഇപ്പോൾ കണ്ടത് കേട്ടോ. കംപ്ലീറ്റ് തേച്ച് കഴുകി കേട്ടോ. എന്നിട്ട് പിന്നെ മുറ്റമൊക്കെ കഴുകിയിട്ട് ആ കൽപ്പൊടി ചെളിയൊക്കെ പപ്പക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. എങ്കിലും നമുക്ക് ടയർ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പൊതിഞ്ഞുകൊണ്ടൊന്നും പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ റിച്ചാർഡ് അടുത്ത് ഞാൻ പറഞ്ഞിടാ, വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും പുള്ളി ആദ്യം നോക്കുന്നത് അഴുക്കായെന്നാണ്. അപ്പോൾ എന്ത് തന്നെ റിച്ചാർഡ് പിന്നെ അത് കൊള്ളാം, വഴിയിൽ കൂടി വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്ന സ്ഥലത്തല്ലേ ഓടിക്കാൻ പറ്റുള്ളൂ, അല്ലാതെ വേറെ നീറ്റായിട്ടുള്ള സ്ഥലം എന്താണെന്ന് അങ്ങനെ പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പാർക്ക് ചെയ്തതാണ് അവിടെ കൊണ്ടുപോയിട്ട്. അപ്പോൾ വെറുതെ ഇങ്ങനെ കുറുകി കിടക്കുന്ന ചെളിയായിരുന്നു. അപ്പോൾ അത് മൊത്തത്തിലായിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട്, അവിടെ മുറ്റമൊക്കെ കഴുകുന്നുണ്ട്. അപ്പോൾ ഇത്രയും സമയം ഇതെല്ലാം കഴിഞ്ഞിട്ടും 8:21 ആയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ പപ്പനെ കാർപ്പറ്റ് പൊക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ടാണ് പപ്പ പിന്നെ തുടർന്ന് മറ്റേ ജോലികൾ അങ്ങോട്ട് ചെയ്ത് തല്ലെന്നുണ്ടെങ്കിൽ പപ്പ വെയിലും കൊണ്ട് നിന്നേ ജോലികൾ ചെയ്യുള്ളൂ കേട്ടോ. പപ്പക്ക് അതാണ് ഇഷ്ടം. അപ്പോൾ ഏതായാലും പപ്പയുടെ ജോലിയും ഈ വെയിൽ കൂടുന്നതിന് മുൻപേ കഴിഞ്ഞ്. അപ്പോൾ ഞാൻ പുട്ടുണ്ടാക്കണം. പിന്നെ ഇന്ന് സൺഡേ ആണെന്നുണ്ടെങ്കിൽ ഞാൻ വിനോദിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ കൊണ്ടുവന്ന് തരാൻ പറ്റുമോ, ശനി ഞായറൊക്കെ അങ്ങനെ അവർക്ക് കൊണ്ടുവരാൻ പറ്റില്ല, ഭയങ്കര തിരക്കാണ്. അപ്പോൾ വിനോദ് പറഞ്ഞ് തിരക്ക് ഒഴിയുന്ന സമയത്ത് പറ്റുമെങ്കിൽ ഞാൻ കൊണ്ടുവന്ന് തരാം, അല്ലെന്നുണ്ടെങ്കിൽ വന്നെടുക്കേണ്ടി വരുമെന്ന് പറയും. ഞാൻ പറയാം അന്നേ ഓക്കെ, പപ്പനെ വീട്ടിടിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ട് ചിക്കൻ 2 ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മനസ്സിൽ വിചാരിക്കുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ വീട്ടിലെത്തിയേട്ടാ. പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് തന്ന്. അങ്ങനെ സാധാരണ 12 മണിക്കൊക്കെ കൊണ്ടുവന്ന ചിക്കൻ ഇന്ന് ഒരു 9 മണിക്ക് മുമ്പേ തന്നെയും എത്തി. അതുകൊണ്ട് തന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി വെക്കാം. എനിക്ക് ഉണ്ടാക്കി പരിചയമുള്ള സംഭവങ്ങൾ ഇങ്ങനെയുള്ള തിരക്കുള്ള സമയത്ത് ഉണ്ടാക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ പുതിയൊരു റെസിപ്പി ചെയ്യാനൊന്നും ഞാൻ നോക്കൂല തിരക്കിനിടയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നൊരു ചിക്കൻ മന്തി, ചുമ്മാ അൽഫാം മന്തി ഒന്നുമല്ല, സാധാരണ ചിക്കൻ മന്തി എങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ അതാണ് ഇന്ന് ഉണ്ടാക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ബിരിയാണി ഇനിയും ബാക്കി ഇരിക്കുന്നുണ്ട്, ഒരാൾക്കും കൂടി കഴിക്കണം. അപ്പോൾ നമ്മുടെ റിച്ചാൻ അന്ന് ബിരിയാണി ഇഷ്ടപ്പെട്ടില്ലല്ലോ. റോജറിനാണെങ്കിൽ ആ ബിരിയാണി നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ റോജർ തന്നെയാണ് ഇപ്പോൾ തലേദിവസം തിന്നത്, ബാക്കി ഇനിയുണ്ട്. എങ്കിൽ തന്നെ അത് ഒരാൾക്കുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു മന്തി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇവർ കഴിക്കട്ടെ. പക്ഷേ ഞാൻ വിചാരിച്ചത് ഇവർ ഇത് ഇപ്പോൾ എഴുന്നേറ്റിട്ട് പുട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പോയി വരുമ്പോഴത്തേക്കും മന്തി കൊടുത്താൽ മതിയല്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇവർ 2 ആളും എഴുന്നേറ്റില്ല, ഫുഡും കഴിച്ചില്ല. അപ്പോൾ റോജറാണെങ്കിൽ തലേദിവസം ശനിയാഴ്ച തുടരും സിനിമ കാണാനായിട്ട് പോയിട്ട് 3:30 മണി വെളുപ്പിനാണ് തിരിച്ചെത്തിയത്. 11:30 ഷോക്കാണ് പോയിട്ടുണ്ടായിരുന്നത് കൂട്ടുകാരെ കൂടി. അത് 3:30 മണിക്ക് വെളുപ്പിനാണ് ആൾ വന്നേക്കണം. അപ്പോൾ പുള്ളിയും എഴുന്നേറ്റിട്ടില്ല. അങ്ങനെ ഞാൻ ഏതായാലും എൻ്റെ ജോലികൾ ചെയ്തതിന് ശേഷം ഞാൻ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ. അപ്പോൾ സാരി ഉടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്, എൻ്റെ കയ്യിലുള്ള ഒരു സാരി കേട്ടോ, അത് ഉടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. പുതിയ സാരി
ഒന്നും ഞാനങ്ങനെ മേടിച്ചിട്ടില്ല. അപ്പോൾ ഇല്ലേ ഈ സംഭവം ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ മതിലിൽ ഒരു തരി പോലും വെയിൽ വന്നില്ല. ഇപ്പുറത്തെ മതിലിൽ നോക്കി എന്ത് നല്ല വെയിലാണ്. അപ്പോൾ പപ്പക്ക് കാര്യം മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന്. അങ്ങനെ പപ്പ ചെയ്തു വെച്ചേക്കുന്ന ഒരു സംഭവമാണത്. ലാഡറിന്മേൽ ഒരു പൈപ്പ് കെട്ടി വെച്ചിട്ട് ആ പൈപ്പിലേക്ക് എടുത്തിട്ടാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പുറത്ത് ചെക്കൻ്റെ പെണ്ണിൻ്റെ പേരൊക്കെ എഴുതി വെച്ചൊരു വെൽക്കം ബോർഡ് വെച്ചിട്ടുണ്ടാകും. ആ ബോർഡ് പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അപ്പോൾ അത് ആ മതിലിലേക്ക് എടുത്തിട്ടാൽ പോരെ പപ്പ, എന്തിനാ ഇത്ര ബുദ്ധിമുട്ടിയെന്ന് വെച്ചാൽ പുള്ളി പറഞ്ഞത് വെയിലുള്ള സ്ഥലത്തേക്ക് അതിനൊന്ന് നീക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ലാഡർ ഒന്ന് നീക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അത് നല്ലൊരു ഐഡിയ ആയിട്ട് എനിക്കും തോന്നി. മീൻ കൊണ്ടുവന്നെ നമ്മുടെ ഷാജിയുടെ മോക്കട മനസ്സമ്മതം, കല്യാണം വേറെ ദിവസം ഇന്ന് മനസ്സമ്മതം. നമുക്കൊക്കെ മനസ്സമ്മതമാണല്ലോ നടത്തുന്നത്, പെണ്ണുങ്ങളും മനസ്സമ്മതം നടത്തുന്നത്, ആണുങ്ങളുടെ വീട്ടിൽ കല്യാണം. അപ്പം ഞാനും പപ്പയും പോകാൻ ഒരുങ്ങിയിരിക്കണേ. ഓക്കെ, അപ്പം ഞാൻ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് ഷാജി കുറേ ഫോട്ടോസൊക്കെ ഇങ്ങനെ അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഇനി ഷാജിനെ കാണുമ്പോൾ അത് വീഡിയോയിൽ കാണിക്കണോ വേണ്ടയോ, കാരണം പെൺകുട്ടിയുടെ ഇതൊക്കെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. നല്ല സുന്ദരിയാണ് കേട്ടോ ഷാജിയുടെ മോള്. അപ്പോൾ ഷാജിയോട് ചോദിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒന്നും ഞാൻ ആഡ് ചെയ്തിട്ടില്ല. കല്യാണത്തിന് ഞാൻ ഫോൺ പോലും കൊണ്ടുപോകാതിന് പോയത് ഒന്നും ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ കല്യാണം കൂടി ഞാൻ വീട്ടിലെത്തി. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് ഒന്ന് പീൽ ചെയ്ത് വെച്ചിട്ടാണ് പോയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പിന്നെ മയണൈസ് മാത്രമാണ് അടിക്കാനുണ്ടായിരുന്നത് കേട്ടോ. മയണൈസ് നമ്മൾ അപ്പോഴല്ലേ അടിക്കുള്ളൂ. അപ്പോൾ അത് മയണൈസ് ഒന്ന് അടിച്ചെടുത്തിട്ട് ഇവർക്ക് ഭക്ഷണം കൊടുത്ത്. അപ്പോൾ ഏറ്റവും കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പോയി നേരത്തെ വന്ന് പെട്ടെന്ന് തന്നെ പോയിട്ട് പെട്ടെന്ന് വന്ന് ഏകദേശം 1:30 മണിയായപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ നമ്മുടെ മക്കൾ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി വന്നിട്ട് ഫുഡ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും അവർ വിചാരിച്ച് ഞങ്ങൾ കുറേ ലേറ്റ് ആകും എന്ന് വിചാരിച്ച് അവർക്ക് ഈ ഇത് ഫുഡ് ഇവിടെ ഉള്ളത് വിളമ്പി കഴിച്ചാൽ മതി. എങ്കിൽ തന്നെ അതുങ്ങൾ രണ്ടും കൂടി എന്തോ ഫ്ലിപ്കാർട്ടിലൊക്കെ ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ട് അത് കഴിക്കാൻ തുടങ്ങാൻ പോണം. ആ സമയത്ത് സ്നാക്സ് കേട്ടോ. ആ സമയത്ത് ഞാൻ വന്നു. അപ്പോൾ തന്നെ കേട്ടോ ആ ദൈവമ്മയൊക്കെ വന്ന് നമ്മൾ ഓർഡർ ചെയ്ത് നമുക്ക് കഴിക്കാനേ പറ്റൂല എന്നും പറഞ്ഞിട്ടില്ലേ, അതൊക്കെ മാറ്റി വെച്ച് കൊക്കോ കോളയും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ ഫുഡ് വിളമ്പി കൊടുത്ത്. അപ്പോൾ രാവിലെ ഉണ്ടാക്കി വെച്ച പുട്ട് അവർ തൊട്ടിട്ടില്ല, രണ്ടാളും തൊട്ടിട്ടില്ല. പിന്നെ ഇപ്പോൾ ബ്ലിങ്കിറ്റിൽ നിന്ന് മേടിച്ച സ്നാക്സ് ആണെങ്കിൽ അവർക്ക് എടുക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് ഞാൻ വന്നു പോയി. അങ്ങനെ ഏതായാലും അത് വൈകുന്നേരം എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ മാറ്റി വെച്ചേട്ടാ. അപ്പോൾ അതേ ബ്ലിങ്കിറ്റിൽ നിന്ന് നമുക്ക് ഇതുപോലെ കോപ്പികളൊക്കെ ഫോട്ടോ കോപ്പി എടുക്കാനായിട്ടൊക്കെ ഉള്ള സൗകര്യമുണ്ട് കേട്ടോ. നമ്മളിവിടുന്ന് ഫോണിലേക്ക് അയച്ചു കൊടുത്താൽ മതി. ഈ സംഭവങ്ങളെല്ലാം നമ്മളുടെ വീട്ടിൽ നിമിഷം നേരം കൊണ്ട് നല്ല പ്രിൻ്റായിട്ട് തന്നെ എത്തും കേട്ടോ. അപ്പോൾ റിച്ചാറിന് അത് വലിയ ആശ്വാസം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഡേസിലൊക്കെ നമ്മളുടെ ഇവിടെ എല്ലാം ക്ലോസ് ആണ്, തോപ്പുംപടിയിൽ പോകണം. അപ്പോൾ അങ്ങനെയൊക്കെ പോയിട്ട് റിച്ചാർഡ് എടുത്തിട്ടുണ്ട് അത്യാവശ്യത്തിന്. ഇതിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഉള്ളതുകൊണ്ട് വളരെ സേഫാണ്. നമ്മളുടെ ഇതൊക്കെ നമുക്ക് പ്രിൻ്റ് ഔട്ട് തന്നു കഴിഞ്ഞാൽ ആ സമയം തന്നെ അത് ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയി പോകുന്നതാണ് അതിൽ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് പിന്നെ തെറൂവിടെ ബിസ്ക്കറ്റ് തീർന്നതും ബ്ലിങ്കിറ്റിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്ത്. വലിയൊരു ബോട്ടിലാണ്, ചെറിയ ബോട്ടിൽ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ചെറിയ ബോട്ടിലാണ് ഇഷ്ടം, കാരണം അത് കേടായി പോകുമല്ലെന്നുണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെ വലിയ ബോട്ടിൽ അതൊരെണ്ണം അവനതും കൂടി മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുഡ് വിളമ്പി വെച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ കഴിച്ചതിൻ്റെ ചിക്കൻ്റെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ അതവിടെ വെച്ചേക്ക്. അത് രാത്രി നമ്മൾ പുറത്ത് ഡോഗുകൾക്ക് ഫുഡ് കൊടുക്കുമ്പോൾ ആ കൂട്ടത്തിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം അവർ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വേസ്റ്റ് വെച്ചത് മാത്രം രാത്രി കൊടുക്കാൻ വേണ്ടി അത് അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ പോയി റെസ്റ്റൊക്കെ ചെയ്ത് കുറേ നേരം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്ന് ചായയൊക്കെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കിച്ചണൊക്കെ ഒന്ന് തുടച്ചത് കേട്ടോ. കിച്ചൺ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ഓരോ പാചകത്തിനും. എങ്കിൽ തന്നെയും ഇത് ഏറ്റവും അവസാനം ഒന്ന് അങ്ങോട്ട് തുടച്ച് മാറ്റിയേക്കാം. ചായയൊക്കെ ഇട്ട് കഴിഞ്ഞതല്ലേ. അപ്പോൾ ഏതായാലും ഒന്ന് തുടച്ചിങ്ങോട്ട് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇനി നമ്മൾ രാത്രി കിച്ചണിലേക്ക് വരേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ഇന്ന് തിരക്ക് പിടിച്ച് നിന്നതുകൊണ്ട് തന്നെയും കിച്ചൺ ഒന്ന് ഞാൻ മൊത്തത്തിലൊന്ന് തുടച്ച് നീറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ഒന്നങ്ങോട്ട് ചെയ്ത് പിന്നെ ചായ എടുത്ത പാത്രം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നതൊക്കെ ഒന്ന് കഴുകിയും കൂടി വെച്ച്. പിന്നെ ഇനി തുണികൾ മടക്കാനുണ്ട്. പിന്നെ കുറച്ച് ദിവസമായിട്ട് ചെയ്യാൻ മടിഞ്ഞിരുന്നൊരു കാര്യം അതും കൂടി ചെയ്യണം. അത് നമ്മളുടെ വാഷിംഗ് ലിക്വിഡ് ഒന്ന് ഒഴിച്ച് ഒന്ന് റീഫിൽ ചെയ്ത് വെക്കണം. പിന്നെ നമ്മളുടെ വിനാഗിരി സ്പ്രേ ഇല്ലേ അതൊന്ന് രണ്ടാമത് സെറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ വിനാഗിരിയും വെള്ളവും അതിൻ്റെ അകത്ത് ഒരിത്തിരി ലിക്വിഡ് മറ്റേ
ഡിഷ് വാഷും കൂടി ഇട്ടിട്ടാണ് അതും ചെയ്യണം. അപ്പോൾ അതെല്ലാം ചെയ്ത് വെച്ചു. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യണ സമയത്ത് ഞാനിന്ന് ഉച്ചയ്ക്ക് പോയ കല്യാണത്തിൻ്റെ ഓർമ്മയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ആ കുട്ടി ഒരുങ്ങി വന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അധികം പൈസ ചിലവാക്കാതെ മനോഹരമായിട്ട് ഒരുങ്ങിയിട്ടാണ് വന്നിട്ടുണ്ടാകുന്നത്. സാധാരണ ഇതുപോലെ പെട്രോത്തലിനൊക്കെ ലാച്ചയാണ് ഇട്ട് കാണുന്നത്. ലാച്ച ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഒന്നുകൂടി ഉപയോഗിക്കുവാന്നൊന്നും എനിക്കറിയില്ല. പിന്നെ അതിനെ നമുക്ക് അലമാരിയിൽ വെക്കാനായിട്ടുള്ള ഒരു സ്പേസും കൂടി നമ്മൾ കണ്ടുപിടിക്കണം. ഭയങ്കര വിലയാണ്. പിന്നെ അതിന് പകരം ചിലവർ കാഞ്ചീപുരം സാരികൾ യൂസ് ചെയ്യാറ്. അത് വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. എങ്കിലും അത് ഭയങ്കര ചിലവാണ് ഒരു കാഞ്ചീപുരം സാരി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് ഷാജിയുടെ മോൾ എടുത്ത് ഒരു ഫാൻസി സാരി ആയിരുന്നു. ഉടുത്തിട്ട് നല്ല ഭംഗി, എല്ലാം കൊണ്ടും നല്ല ഭംഗിയായിരുന്നു. പണച്ചെലവും കുറവായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ എനിക്ക് അത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ കല്യാണത്തിനാണെന്നുണ്ടെങ്കിലും ഫാൻസി സാരി മതി എന്ന് പറഞ്ഞിട്ട് കല്യാണത്തിനും മൻസമ്മത്തിനും ഇത്തിരി ഫാൻസി ടൈപ്പ് സാരി എടുത്തത്. പക്ഷേ അത് രണ്ടും ഉടുക്കാൻ ആരും സമ്മതിച്ചില്ല. എല്ലാ ബന്ധുക്കളും ബഹളം കൂട്ടി അവസാനം വില പിടിച്ച സാരി തന്നെയാണ് മൻസമ്മതത്തിനും കല്യാണത്തിനും ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടി ഇങ്ങനെ ഒരുങ്ങി നിന്നപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് നാളെ വീണ്ടും കാണാം. താങ്ക്